നമസ്കാരം. ഇൻഡോ പസഫിക് ആകാശത്ത് ഇപ്പോൾ മുഴങ്ങുന്നത് ഒരു പുതിയ ശക്തിയുടെ ഗർജനമാണ്. അമേരിക്കയുടെ അജയ വ്യോമാധിപത്യത്തെ നേരിട്ട് വെല്ലുവിളിച്ച് ചൈനയുടെ J-20 മൈറ്റി ഡ്രാഗൺ യുദ്ധവിമാനങ്ങൾ അതിവേഗത്തിൽ ആകാശം കീഴടക്കുകയാണ്. റഡാറുകളുടെ കണ്ണുവെട്ടിച്ചു പറക്കുന്ന ഈ സ്റ്റെൽത്ത് ഭീകരൻ വരാനിരിക്കുന്ന ലോക സൈനിക സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കുമോ എന്ന ആശങ്കയിലാണ് ലോകശക്തികൾ. ലോകം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം അതിവേഗത്തിൽ ചൈന തങ്ങളുടെ വ്യോമശക്തി നവീകരിക്കുകയാണ്. 2026 മെയ് മാസത്തിലെ ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ അനുസരിച്ച് ചൈനയുടെ തദ്ദേശീയമായ സ്റ്റെൽത്ത് ഫൈറ്ററായ ചെങ്ഡു J-20 മൈറ്റി ഡ്രാഗൺ ഒരു പുതിയ യുദ്ധതന്ത്ര യുഗത്തിലേക്കാണ് പ്രവേശിച്ചിരിക്കുന്നത്. അതായത് അമേരിക്കയുടെ F-22, F-35 എന്നീ അജേയമായ വിമാനങ്ങൾക്ക് വെല്ലുവിളി ഉയർത്തിക്കൊണ്ടാണ് ചൈന വികസിപ്പിച്ചെടുത്ത J-20. എന്തായാലും ഇന്ന് ഇൻഡോ പസഫിക് മേഖലയിലെ സുരക്ഷാ സമവാക്യങ്ങളെ പാടെ ഇത് മാറ്റിമറിക്കുകയാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ഉപഗ്രഹ ചിത്രങ്ങളും രഹസ്യാന്വേഷണ റിപ്പോർട്ടുകളും നൽകുന്ന സൂചനകൾ ഞെട്ടിക്കുന്നതാണ്. ചൈന തങ്ങളുടെ J-20 വിമാനങ്ങളുടെ നിർമ്മാണം 10 മടങ്ങ് വേഗത്തിലാക്കിയിരിക്കുന്നു. അതായത് ചെങ്ഡുവിൽ ഉൾപ്പെടെയുള്ള അതീവ സുരക്ഷയുള്ള ഫാക്ടറികളിൽ പുതിയ അസംബ്ലി ലൈനുകൾ പ്രവർത്തനക്ഷമമായതോടെ പ്രതിവർഷം ഡസൺ കണക്കിന് ജെറ്റുകളാണ് പുറത്തിറങ്ങുന്നത്. റഷ്യൻ സാങ്കേതിക വിദ്യയുടെ കരുത്തും ചൈനയുടെ നിർമ്മാണ മികവും സംയോജിക്കുന്ന J-20 പ്രോഗ്രാം ഏഷ്യൻ ആകാശത്ത് പുതിയൊരു ശക്തി സമവാക്യം രചിക്കുകയാണ്. ദശകങ്ങളോളം ലോകോത്തരമായ റഷ്യൻ എഞ്ചിൻ ഡിസൈനുകളെയും ഏവിയേഷൻ വിദ്യകളെയും ആശ്രയിക്കുന്ന ചൈന ആ അടിത്തറയിൽ നിന്നുകൊണ്ട് തന്നെ സ്വന്തമായി വികസിപ്പിച്ചെടുത്ത WS-10, WS-15 എഞ്ചിനുകൾ J-20 പ്രോഗ്രാമിന്റെ ചരിത്രപരമായ വിജയമായി വിലയിരുത്തപ്പെടുകയാണ്. റഷ്യൻ എഞ്ചിനുകളുടെ കരുത്ത് ഉൾക്കൊള്ളുന്നതിനൊപ്പം അവയുടെ പരിമിതികളെ മറികടന്നുകൊണ്ട് തന്നെയാണ് ആധുനിക സങ്കേതങ്ങൾ ഈ എഞ്ചിനുകളിൽ ചൈന സന്നിവേശിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഏകോപിപ്പിച്ചിരിക്കുന്നത്. കൂടുതൽ കരുത്തും ദീർഘദൂര പരിധിയും അതിവേഗത്തിലുള്ള നീക്കങ്ങളും സാധ്യമാകുന്ന ഈ എഞ്ചിനുകൾ J-20 വിമാനങ്ങളെ പാശ്ചാത്യ രാജ്യങ്ങളുടെ 5ാം തലമുറ വിമാനങ്ങളോട് നേരിട്ട് വെല്ലുവിളിക്കാൻ പ്രാപ്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും റഷ്യയുമായുള്ള തന്ത്രപരമായ സഹകരണത്തിലൂടെ നേടിയ അറിവും ചൈനയുടെ തദ്ദേശീയമായ ഗവേഷണ പാഠവും ചേർന്നപ്പോൾ, അതായത് അവ രണ്ടും ഒന്നിച്ചപ്പോൾ, വിദേശ വിതരണ ശൃംഖലകളെ ആശ്രയിക്കാതെ തന്നെ അത്യാധുനിക യുദ്ധവിമാനങ്ങൾ നിർമ്മിക്കാനുള്ള ശേഷി അവർ കൈവരിച്ചിരിക്കുകയാണ്. വലിയൊരു യുദ്ധമുണ്ടായാൽ റഷ്യയുടെയും ചൈനയുടെയും ഈ പ്രതിരോധ കൂട്ടുകെട്ടും സാങ്കേതിക സ്വയം പര്യാപ്തതയും ആഗോള രാഷ്ട്രീയത്തിൽ അവർക്ക് വ്യക്തമായ മേൽക്കൈ നൽകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. J-20 വെറും ഒരു അതിവേഗ യുദ്ധവിമാനമല്ല, മറിച്ച് ശത്രുവിന്റെ കണ്ണുകളെ അന്ധമാക്കുന്ന അത്യാധുനിക സാങ്കേതിക വിദ്യയുടെ ഒരു പവർ ഹൗസ് കൂടിയാണ്. ഇതിന്റെ ഡിസൈനിലുള്ള സവിശേഷമായ സ്റ്റെൽത്ത് കോട്ടിങ്ങും ആകൃതിയും റഡാർ തരംഗങ്ങളെ ചിതറിക്കളയുന്നതിലൂടെ റഡാറുകളുടെ കണ്ണുവെട്ടിക്കാൻ ഈ വിമാനത്തെ പ്രാപ്തമാക്കുന്നു. പാശ്ചാത്യ രാജ്യങ്ങളെ പോലെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള റഡാറുകളും നൂതന ഇലക്ട്രോണിക് ഓപ്റ്റിക്കൽ സെൻസറുകളും ഇതിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുകയാണ്. ഇത് യുദ്ധഭൂമിയിലെ വിവരങ്ങൾ സെക്കൻഡുകൾക്കുള്ളിൽ വിശകലനം ചെയ്യുവാനും മറ്റ് വിമാനങ്ങളുമായി കൺട്രോൾ റൂമുകളുമായി പങ്കുവയ്ക്കുവാനും സഹായിക്കുന്നുണ്ട്. എന്തായാലും ശത്രുവിനെ ആദ്യം കാണുക, ആദ്യം തകർക്കുക എന്ന നയമാണ് J-20 പിന്തുടരുന്നത്. ശത്രു വിമാനങ്ങൾ തിരിച്ചറിയുന്നതിന് മുൻപേ അവയെ കണ്ടെത്തി നൂതനമായ ലോങ് റേഞ്ച് മിസൈലുകൾ ഉപയോഗിച്ച് തകർക്കുവാനുള്ള ശേഷി ഇതിനുണ്ട്. മാത്രമല്ല ആകാശത്ത് വെച്ച് തന്നെ ഇന്ധനം നിറയ്ക്കുവാനുള്ള സംവിധാനം കൂടി സജ്ജമായതോടെ J-20യുടെ ദൂരപരിധി വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഇത് ചൈനയുടെ അതിർത്തികൾക്കപ്പുറം കിലോമീറ്ററുകളോളം ആഴത്തിൽ ചെന്ന് മിസൈൽ ആക്രമണങ്ങൾ നടത്താൻ വിമാനങ്ങളെ സജ്ജമാക്കുകയാണ്. ഒരു വൻ യുദ്ധമുണ്ടായാൽ ശത്രുവിന്റെ പ്രതിരോധ നിരയെ പിളർത്താൻ ചൈന ഉപയോഗിക്കുന്ന പ്രധാന ആയുധം J-20 ആയിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. എന്തായാലും പീപ്പിൾസ് ലിബറേഷൻ ആർമി വ്യോമസേന ഇന്ന് തങ്ങളുടെ J-20 വിമാനങ്ങളെ തന്ത്രപ്രധാനമായ പുതിയ താവളങ്ങളിൽ വിന്യസിച്ചിരിക്കുകയാണ്. തായ്വാനും കടലിടുക്കിലും തെക്കൻ ചൈന കടലിലും നടക്കുന്ന ചൈനയുടെ നിരന്തരമായ പട്രോളിംഗിലും J-20 ഇന്ന് പ്രധാന പങ്ക് വഹിക്കുകയാണ്. എന്തായാലും J-20 നൽകുന്ന ഭീഷണി നേരിടാൻ നിലവിലുള്ള എല്ലാ പ്രതിരോധ പ്ലാനുകളും മാറ്റിയെഴുതാൻ പ്രാദേശിക സൈന്യങ്ങൾ നിർബന്ധിതരാവുകയാണ്. ഒരു പുതിയ സ്റ്റെൽത്ത് ആയുധ പന്തയത്തിന് ഇൻഡോ പസഫിക് മേഖല സാക്ഷ്യം വഹിക്കുകയാണ് എന്ന് വിദഗ്ധർ വ്യക്തമാക്കുന്നുണ്ട്. മെയ് മാസത്തിൽ J-20 പ്രോഗ്രാം ചൈനയ്ക്ക് നൽകുന്നത് കേവലം ഒരു പ്രതിരോധ കവചം മാത്രമല്ല, മറിച്ച് ശത്രുക്കൾ അവരുടെ താവളങ്ങൾ ചെന്ന് തകർക്കുവാനുള്ള, അതായത് അവരുടെ മാളത്തിൽ പോയി തകർക്കുവാനുള്ള ഒരു ശേഷി കൂടിയാണ്. ലോകം പ്രതീക്ഷിക്കാത്ത വേഗതയിൽ ചൈന ആകാശത്ത് ഒരു വൻമതിൽ പടുത്തുയർത്തുകയാണ്. സാങ്കേതിക മികവും വൻതോതിലുള്ള ഉൽപാദനവും ഒത്തുചേരുമ്പോൾ J-20 സ്റ്റെൽത്ത് ഫൈറ്ററുകൾ ഇൻഡോ പസഫിക് വ്യോമാധിപത്യത്തിൽ പുതിയ നിർവചനമായി മാറിയിരിക്കുകയാണ്.